പീപ്പി അല്ല കാപ്പി. കാപ്പി കാപ്പി പറ. സുഹൃത്തുക്കളെ ഇതാ സ്വർഗം. വിഷ്ണു ഇറങ്ങുന്നത്. ഹലോ ഗൈസ് നോറ. ഹലോ ഗൈസ്. ഓ ഹലോ ഗൈസ്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോണത്? അങ്ങോട്ടാ പോണത്. നമ്മളപ്പോ വാൽപ്പാറയ്ക്ക് പോവാണ്. നമ്മളെല്ലാവരും ഉണ്ട് ഇല്ലേതാ. കാശുണ്ട്, വീണയുണ്ട്, വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവേട്ടനുണ്ട്. പിന്നെ ആരുണ്ട്? മിക്കുണ്ട്. പിന്നെ മിക്കുഞ്ഞ ആരാ ഇത്? മിക്കുഞ്ഞ ആരാ? പറ. മിക്കുഞ്ഞ മേമയാണ് പറയും. മേമയാണ് മിക്കുഞ്ഞ്. വേണ്ട. അപ്പൊ നമുക്ക് ഇനി വാൽപ്പാറയിൽ എത്തിയിട്ട് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഓക്കെ, ടാറ്റാ പറ മിക്കു. ടാറ്റാ. അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ടാറ്റാ. എല്ലാരും പൊക്കോ. നമ്മളെവിടെ എത്തിയിരിക്കണത്? നമ്മളെന്തിനാ ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കണത്? വിക്കുഞ്ഞ് എന്താ വേണ്ടേ? ഐസ്ക്രീം അല്ലേ വേണ്ടത്? ആ, ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്ക. പിന്നെന്താ വേണ്ടത്? കുഞ്ഞ് കിട്ടി. വിക്കുഞ്ഞ് ചോക്ലേറ്റ് കിട്ടി. ജംസ് അല്ലേ? വിക്കുഞ്ഞ് ഇഷ്ടമല്ലേ അത്? വിക്കുഞ്ഞ് ഇഷ്ടാ. ഇതെല്ലാവരും കഴിക്കാനിരിക്കാന്ന് പറ. നമുക്ക് ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? എവിടെ ഇരിക്കേണ്ടത് മിക്കുഞ്ഞ്? അവിടെ ഇരിക്കണോ? ഇവിടെ മെല്ലെ ചൂടുണ്ടോ? അങ്ങനെ ഇതാ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വാൽപ്പാറയ്ക്ക് പോവുകയാണ്. ഈ കണ്ണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ. ഏട്ടനുണ്ട്, ഏട്ടത്തമ്മയുണ്ട്, കാശു ഇതിലുണ്ട്, അമ്പാടി ഉണ്ട്, കൈലാസേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വേറെ വണ്ടിയിലാണ്. എല്ലാവരും കൂടെ ഒപ്പം വണ്ടിയിൽ വന്നതായിരുന്നു. എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് തെറ്റിയിട്ടതല്ല, കുറച്ച് ലോങ് റൂട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റായി. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് ചായ തീരെ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ തന്നെ അങ്ങോട്ട് മൂഡ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ വാങ്ങിച്ചതല്ലേ, വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുടിച്ചു. ജ്യൂസല്ലേ കാപ്പി അല്ല കാപ്പി. കാപ്പി പറ. ഇക്കുഞ്ഞ് എന്താ വേണ്ടത്? ചോക്ലേറ്റ് മതിയോ? മിഠായി. ഇതില് കളർ മിഠായി ഉണ്ട്. നമുക്ക് അവിടെ പോയി കാറിൽ ഇരുന്നിട്ട് കഴിക്കാട്ടോ. കാറിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ വെച്ചാലേ, ഇങ്ങനെ കളർ മിഠായിയൊക്കെ എടുത്തിട്ട് പിങ്ക് ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. അതെന്ത് കളറ്? ഇത് മൊത്തം കാർട്ടൂൺ ആയിരിക്കും. വ്ളോഗ് മൊത്തം വിക്കുഞ്ചെ. ആ അമ്മ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അമ്മ മാങ്ങയും പൈനാപ്പിളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ GPay ആണുള്ളത്, കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. പക്ഷേ ആകെ ഉണ്ടായിരുന്ന ഒരു 10 രൂപ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. ഈ അമ്മനെ നിങ്ങളിവിടെ വരുന്ന ടൈമിൽ കാണുകയെന്ന് വെച്ചാൽ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വാങ്ങിക്കേണ്ടതാണ് അമ്മയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കേട്ടോ. പൈനാപ്പിൾ ഉണ്ട്, മാങ്ങയുണ്ട്. ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ ആനമലയല്ലേ? ആനമലയാണ് കേട്ടോ അത്. അപ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അല്ലേ. ഞങ്ങൾ അത്രയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നു. ഇതാണ് ആ അമ്മ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ മാങ്ങയൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോണത് വാൽപ്പാറയുടെ വ്യൂ ആണ്. അത് ഞാൻ പറയണതിനേക്കാളും നിങ്ങൾ കാണുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ഇനി കണ്ടാലോ. ആനമല വാൽപ്പാറ 40 വ്യൂ ഒന്നും പറയാനില്ല.
വെള്ളം കമ്മിയല്ലേ ഡാമില്? കൊറേ ആയില്ലേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്? നീ പോയില്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് പോകണ്ട്. ഞങ്ങള് പോയിട്ട് കാശ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. വീണിയും പോയിട്ടില്ല. ഞാൻ കൊറേ ആയി. അയ്യോ, അപ്പൊ ഇത് ആനമഴ എഴുതി കാണിച്ചത് എന്താ സംഭവം? നമ്മളാ മലന്റെ സുഹൃത്തുക്കളെ കാണോ, നിങ്ങളിത് കാണോ? അയ്യൊരു പട്ടാമ്പൂച്ചി. നമ്മൾ ആ മലന്റെ മേലെ എത്തണം. എവിടെയാണ്? ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും മലയും ഇതൊക്കെ പോകും. വേറൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ, നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ? വാൽപ്പാറ. സുഹൃത്തുക്കളെ, ഇതാ സ്വർഗം. ഇതാരാ? മിക്കു അവരുടെ കൂടെ പോയോ? മാമിന്റെ കൂടെ വന്നില്ല. സൂപ്പർ ഏട്ടാ, ചാർജർ ഉണ്ടോ? ചാർജർ ഇല്ല, അത് കേറുന്നില്ല. ഇനി അടുത്ത കുറച്ച് വ്യൂസ് കണ്ടല്ലോ. ഇവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. കിഡിലും ഫോട്ടോസ് കിട്ടും. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആണെന്ന് വെച്ചാലും എന്താണെന്ന് വെച്ചാലും അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ വാൽപ്പാറ. അപ്പോൾ ഇനി അടുത്ത കുറച്ച് വ്യൂയിലോട്ട് കിടന്നാലോ. നമുക്ക് കുറച്ച് കാടിന്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ കാടിന്റെ സൗണ്ടും ഇല്ല, വണ്ടികളുടെ സൗണ്ടും ഉള്ളത്. മിക്കു ഇതാ മങ്കി എന്താ മേമനെ ചെയ്തത്? എന്ത് ചെയ്തു? മങ്കി വലിച്ചു, പാവാട വലിച്ചു. മങ്കി ഫോൺ എടുക്കാൻ വന്നില്ലേ? ഫോണ് നമ്മുടെ കാന്തുള്ളി കയറിയില്ലേ മങ്കി? മിക്കു എന്ത് ചെയ്തു? മങ്കി മേമന്റെ പാവാട വലിച്ചപ്പോ പേടിച്ചോ? ഓശോ, നമുക്ക് മങ്കിനെ അടിക്കാല്ലേ? അടിക്കാം. പിന്നെ ഒരു അഡ്വഞ്ചറൊക്കെ വേണം. ഇറങ്ങുന്ന മിക്കു പോണില്ലേ? വ്യൂ ഒരു രക്ഷയില്ല. 0.5 വിഷ്ണു നോക്കിട്ടിട്ടാ. മറ്റേ ഇതും ചെയ്യാ, കോടമഞ്ഞ്. ഓഹോ, ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യൂ കാണിച്ചു തരാം. നല്ല രസമുള്ള വ്യൂ ആണ്. കണ്ടോ, ഭയങ്കര വൈബാട്ടോ. നല്ല കാറ്റ്. നല്ല വൈബുള്ള സ്ഥലം കേട്ടോ.
എന്താണ് കാശു പറയാനുള്ളത്? അടിപൊളി സ്ഥലം, നല്ല ക്ലൈമറ്റ്. അതെ, നല്ല ക്ലൈമറ്റ്. ഇങ്ങനെ വരണം. ഇതിപ്പോ നമ്മള് വാൽപ്പാറയാണ്. ഈ ഒരു ക്ലൈമറ്റില് വരണം. നല്ല അടിപൊളി സ്ഥലം. ഫോട്ടോ എടുക്കണം, ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ്, എന്തിനു വേണമെങ്കിലും ഇവിടെ വരാം അല്ലേ? വിഷ്ണു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ ഞങ്ങളിവിടെ നല്ല സ്ഥലമാണ്, ഇവിടെ ഞങ്ങക്ക് തണുപ്പാണ് കേട്ടോ. ഇവന് മാത്രമേ ചൂടുള്ളൂ. ഞങ്ങള് ട്രിപ്പൊന്നും പോവാറില്ല, ഇവൻ എപ്പോഴും ട്രിപ്പ് പോവാറുണ്ട്. അപ്പൊ ഞങ്ങക്ക് ഇത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് പറ, നമുക്ക് ഒരുപാട് പ്ലേസ് ഉണ്ടോണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങക്ക് പുതിയതാണ്. കാശു ആദ്യമായിട്ടല്ലേ വരുന്നത്? കാശു, ഞാന് വീണ എല്ലാവരും ആദ്യമായിട്ടാ വരുന്നത്. നല്ല സ്ഥലം. എന്താ ബാക്ക് കണ്ടോ, വ്യൂ കണ്ടോ? നല്ല ക്ഷീണിച്ചു കേട്ടോ. അമ്പാടി എവിടെ? ഇത് അമ്പാടി വേറെ കാറിൽ പോവാണ്. ഓടാ, അമ്മേ നല്ല തണുപ്പുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ട ഒരു കടയിൽ കയറി എല്ലാവരും ബിരിയാണി കഴിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. വാവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു വിശപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിയിൽ ഒരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു. അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, കോണൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതും ആ ഒരു മലൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. സാധനം കാണിച്ചിട്ടില്ല, ലാവൻഡർ കളർ പൂവ്. അവിടെ കണ്ടിട്ടില്ല, അവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല, ഇതില്ല. ഇങ്ങനത്തെ ഒന്നും ഇല്ല. ഇതാണ്ടോ, ഞാൻ അതിന്റെ ബാക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. റോട്ടിലൊക്കെ കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ആ, കണ്ടു. നന്നായിട്ടില്ലേ കാശു? നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ ഈ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ലാവൻഡർ പൂക്കൾ ഇങ്ങനെ വാരി വെതറിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ വോയിസ് ഓവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ ഭംഗി അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വാൽപ്പാറ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കല്ലേ.